തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസെഫിനോട് പറഞ്ഞു. 13 വർഷം ഈജിപ്തിൽ അടിമയായിട്ടും ജയിലിലും കിടന്ന ഒരു മനുഷ്യൻ. നോ ഇൻഫ്ലുവൻസ്, നോ റിസോഴ്സ്, നോ ഫ്യൂച്ചർ ടു സ്പീക്ക്, ബട്ട് ഡൂയിങ് റൈറ്റ് തിങ് വെൻ ദ റോങ് തിങ് വാസ് ഹാപ്പനിങ്. പ്രതികൂലം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും നന്മ മാത്രം ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആത്മാർത്ഥതയ്ക്ക് അംഗീകാരമുണ്ട്. നിൻ്റെ ആത്മാർത്ഥതയ്ക്ക് നിനക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ആത്മാർത്ഥതയിൽ കരട് ചേരരുത്, ആത്മാർത്ഥതയിൽ വെള്ളം ചേർക്കരുത്. ആത്മാർത്ഥതയിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. When the wrong thing was happening, God was with him. From no influence to highest influence. ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഉന്നതമായ പദവിയിലേക്ക് യോസഫ് കയറി. ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഭക്ഷണത്തിൻ്റെ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാകും. ട്രാൻസ്ഫേഴ്സ് റിക്വേർഡ്. ഈ ചേഞ്ച് വേണമെങ്കിൽ ഒബീഡിയൻസ്, ഓണറിങ് ഗോഡ്, ഡൂയിങ് റൈറ്റ് തിങ് വെൻ ഇറ്റ് ഈസ് ഹാർഷ്. കഠിനമായ അവസ്ഥ വരുമ്പോൾ നന്മ ചെയ്യണം, നല്ലത് മാത്രം ചെയ്യണം. അതുകൊണ്ട് കഠിനമായ അവസ്ഥ വരികയില്ലെന്നല്ല. യോസഫിന് സഹോദരങ്ങളെ മുഴുവനോടൊക്കെ, അപ്പന് മാത്രമേ ഉള്ള ഒരു കാരണം, മുഴുവൻ സംവിധാനങ്ങളും എതിര്, രാജ്യമെതിര്, പ്രതികൂലങ്ങൾ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ആത്മാർത്ഥതയ്ക്ക്, അവിടെ ആത്മാർത്ഥതയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ആ ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം ലഭിക്കും. യുവർ ടൈം ഈസ് കമ്മിങ്. ഇറ്റ്സ് ദ നിൻ്റെ സമയം വരുന്നു. നിൻ്റെ സമയം ദൈവത്തിൻ്റെ കയ്യിലാണ്. നീ പാളിപ്പോകരുത്, പതറിപ്പോകരുത്. നീ ആത്മാർത്ഥമായി നിൻ്റെ ജീവിതത്തിൽ എല്ലാ നേരങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിനക്കൊരാത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവം നിന്നെ നോക്കിക്കോളും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥത നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കുന്നു. ജീവിതത്തിൻ്റേതായിട്ടുള്ള വിവിധ രംഗങ്ങളിൽ കഴിയുന്ന പ്രയാസമുള്ള എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, മാധ്യമ സുഹൃത്തുക്കൾ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകമാണ് കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ, പല പ്രതിസന്ധികളിൽ കഴിയുന്നവർ, കർത്താവ് ആത്മാർത്ഥമുള്ള ഹൃദയവും ശരീരവും മനസ്സും ആത്മാവും നിൻ്റെ മക്കൾക്ക് നൽകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥതയ്ക്ക് കളങ്കം ചാർത്തുന്ന അന്ധകാരക്കെട്ടുകളെ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശാസിച്ച് അകറ്റുന്ന കർത്താവേ, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.